മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടനെയും കുടുംബത്തെയും ഇഷ്ടമല്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. സൂപ്പർ ദമ്പതികളാണ് മോഹൻലാലും സുചിത്രയും. സിനിമയിലും ജീവിതത്തിലും ലാലേട്ടന്റെ ഉയർച്ചയ്ക്ക് പിന്നിലും ഭാര്യ സുചിത്രയാണെന്നതിൽ ആർക്കും സംശയമില്ല. ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിച്ചു പോകുന്ന ലാലേട്ടനെ സ്വന്തമാക്കിയ സുചിത്രയോട് പലർക്കും അസൂയ തോന്നിയിരുന്നു. ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇരുവരുടെയും പ്രണയത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ലാലേട്ടന്റെ തിരക്കിട്ട സിനിമാ ജീവിതത്തിലും സുചിത്രയ്ക്ക് സുപ്രധാന പങ്കുണ്ട്. ഏത് യാത്രയിലും സുചിത്രയും ലാലേട്ടനൊപ്പം കൈപിടിച്ച് തന്നെ ഉണ്ടാവാറുണ്ട്. പ്രണവിന്റെ സിനിമാ പ്രവേശനത്തിന്റെ സമയത്തും ലാലേട്ടനോടൊപ്പം തന്നെ സുചിത്രയും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സുചിത്രയ്ക്ക് സുഖമില്ലാതെ ആശുപത്രിയിലാണെന്നാണ് മോഹൻലാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. ഇനി ഇവിടെയാണ് കഥയുടെ മറ്റൊരു ട്വിസ്റ്റ് കിടക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിനു മുൻപ് മോഹൻലാലും ആശുപത്രിയിലായിരുന്നു. പനിയും ശ്വാസതടസ്സവുമാണ് കാരണമെന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞെങ്കിലും റിപ്പോർട്ടിൽ തനിക്കെതിരെ ആരോപണമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നിയമ നടപടി വൈകിപ്പിക്കാൻ ആശുപത്രിവാസമാണ് നല്ലതെന്ന തിരിച്ചറിവിലാണ് മോഹൻലാൽ ആശുപത്രിയിലായതെന്നാണ് പറഞ്ഞത്. ഈ വിവരമറിഞ്ഞ സുചിത്ര മോഹൻലാലുമായി വഴക്കിട്ടെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ടായാൽ ഉണ്ടായേക്കാവുന്ന മാനക്കേടോർത്ത് സുചിത്ര മാനസികമായി പിരിമുറുക്കത്തിലാണെന്നും ഇതാണ് ആശുപത്രിവാസത്തിനുള്ള കാരണമെന്നുമാണ് വിവരങ്ങൾ. കാരണം മോഹൻലാലിന്റെ ചെയ്തികൾ മറ്റാരേക്കാളും നന്നായി അറിയാവുന്നത് സുചിത്രയ്ക്കാണ്. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടിൽ പരാമർശമുണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു. എന്നാൽ റിപ്പോർട്ടിൽ സർക്കാർ മുഖ്യ ഭാഗത്തോടെ ആശങ്കയ്ക്ക് താൽക്കാലികമായ ഒരു ആശ്വാസം കണ്ടെത്തിയിരിക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും ആദ്യം മോഹൻലാൽ യാതൊന്നും സംസാരിച്ചിരുന്നില്ല. എന്നാൽ പിന്നീട് ആ വിഷയത്തെക്കുറിച്ചും അദ്ദേഹം ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞു. തന്റെ സ്വകാര്യമായ ആവശ്യങ്ങളുടെ തിരക്കുകളുമായി ബന്ധപ്പെട്ട് ഇതുവരെയും താൻ കേരളത്തിൽ ഇല്ലായിരുന്നുവെന്നാണ് മോഹൻലാൽ പറഞ്ഞത്. മാത്രമല്ല ഭാര്യയ്ക്കൊരു സർജറി വേണ്ടിവന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു.